ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ എടുത്ത ഒരു വീഡിയോ ആണിത് കേട്ടോ. രാത്രിയിലായിരുന്നു എടുത്തത്. അപ്പം ഇത് ഞാൻ നട്ടു വളർത്തിയൊരു താമരയാണ്. എനിക്ക് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ പൂ എടുക്കാനായിട്ട് ഞാൻ എടുത്ത് വളർത്തിയിട്ടുള്ളതാണ്. കുറേ ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് പൂ പിടിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായി ഇത് വിരിഞ്ഞിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പം പൊഴിയാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടിയാണ് ഞാനിതെടുത്തത്. ഇപ്പം രാവിലെ വെളുപ്പിന് എണീറ്റ് ലക്ഷ്മി പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് എൻ്റെ ലക്ഷ്മി പൂജ രാവിലെ ചെയ്ത്. ഞാൻ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡിവൈൻ വർഷിപ്പ് എന്ന ഒരു ചാനൽ കണ്ടിട്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചാണ് ഞാൻ ഈ പൂജയൊക്കെ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പൂജകളൊക്കെ ചെയ്തതിന് ശേഷം. അപ്പം അതിൽ കാണുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കഴിയുന്നതും ഒരുപാട് പൂജകളെല്ലാം അതിൽ നിന്ന് നോക്കി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതിൽ പറഞ്ഞ പോലെ ഇന്ന് രേവതി നക്ഷത്ര പൂജയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പം മുല്ലപ്പൂവും താമരപ്പൂവും തുളസിയിലയൊക്കെ ചേർത്താണ് ചെയ്തത്. മുല്ലപ്പൂ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി തുളസിയിലയും കൂടെ ചേർത്ത് പൂജയൊക്കെ ചെയ്തു. പിന്നെ എനിക്കൊരു പറ്റിയ ഒരു അബദ്ധം കൂടെ ഞാൻ പറയാം. നേരത്തെ ഇതുപോലെ ഞാൻ ഒരു ദിവസം രേവതി നക്ഷത്ര പൂജ ചെയ്തിരുന്നു. അപ്പം ഇതുപോലെ സ്വർണ്ണം അതിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനതുപോലെ സ്വർണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. മോതിരമായിരുന്നു വെച്ചിരുന്നത്. അപ്പം നമ്മളങ്ങനെ അധികം വയ്ക്കാറില്ലാത്തത് കാരണം അത് മറന്നു പോയിരുന്നു ഞാൻ അന്ന്. ഇത്തവണ ഞാനത് ഓർമ്മിച്ച് തന്നെ എടുത്തു. അപ്പം പൂവ് കളഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ആ മോതിരവും കൂടെ എനിക്ക് മിസ്സായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ മോതിരത്തിൻ്റെ കാര്യം ഓർത്തത് തന്നെ. പിന്നെ എന്തായാലും എൻ്റെ ചെടിയുടെ ചുവട്ടിൽ പൂക്കളിട്ടതിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ മോതിരം എടുക്കാൻ പറ്റി. കണ്ടു കിട്ടി. ഞാൻ ഒരുപാട് വിഷമിച്ച് പോയായിരുന്നു. അങ്ങനെ ഇത്തവണ ഞാൻ എന്തായാലും പൂജ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോതിരം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ പൂജയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ നോക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഓർമ്മയില്ലാതെ മറന്നു പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.